أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاء من الله نور وكتاب مبين. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? വേദക്കാരെ, വേദം നൽകപ്പെട്ടവരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മറച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അല്ലാഹുവിങ്കൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായൊരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ. ഇവിടെ ഗ്രന്ഥങ്ങൾ 4 എന്ന് ഏവർക്കും അറിയാം. പരിശുദ്ധമായ 4ാമത്തെ ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പ്രബോധന രംഗത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ് ഇവിടെ നാം പ്രതിപാദിച്ചത്. ഇന്ന് ഇസ്ലാം ഒരു ചോദ്യത്തിന് ചിഹ്നമായി ലോകത്ത് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം. കാര്യം ചരിത്രങ്ങളിൽ ഇസ്ലാമിക പാഠ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി ദർശിക്കുവാൻ സാധിക്കും. മറ്റുള്ള ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കഥകളും പുരാണങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായ തെളിവുകളില്ലാതെയാണ് ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ താറുമാറാക്കുവാനും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുവാനും ചില ആളുകൾ, അകപ്പടെയുള്ളത് വിശ്വാസികൾ, അവിശ്വാസികൾ, കുറെ ആളുകൾ, മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, പിന്നെ ഹിന്ദുക്കളിലാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. ഇസ്ലാമോഹോബി എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് പരിചിതമല്ലായിരുന്നു. ഇന്ന് എവിടെ ചർച്ച ചെയ്താലും ഇസ്ലാമോഹോബിയ എന്ന് പറയുന്ന ഒരു പദം എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. എന്നാണതുണ്ടായത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് 1980 ഈ ഇസ്ലാമോഹോബിയ എന്ന് പറയുന്നൊരു പദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിലും അതൊന്ന് പ്രാബല്യത്തിൽ വന്നിരുന്നില്ല, ഇസ്ലാമോഹോബിയ എന്ന് പറയുന്നത്. എന്നാൽ 2001 സെപ്റ്റംബറിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവർ അത് ചിന്തിക്കുകയാണ്. പിന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. റണ്ണി മെഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സംഘടനയാണ്, അതായത് റണ്ണി മെഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സംഘടനയാണ് ഇസ്ലാമോഹോബിയ എന്ന ആ പദത്തെ ഒന്ന് അടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്.
1997 ഈ പദത്തെക്കുറിച്ച് ലോകത്തിന് കൊടുത്തത് ഇങ്ങനെയായിരുന്നു. അവരിങ്ങനെയാണ് അതിനെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഈ ഒരു ഇസ്ലാമോഹോബിയ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം ഉടലെടുത്തത്. പക്ഷെ അത് പേരിൽ മാത്രം ഒതുങ്ങുന്നു. എത്ര ഇസ്ലാമോഹോബിയ വന്നാലും പരിശുദ്ധ ദീനിന് ഇവിടെ ഒരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കുക, ഒന്നാമത്തെ ലക്ഷ്യം ഇസ്ലാമിനോടുള്ള വെറുപ്പ്. അതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള ഭയം. ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് വെറുപ്പുണ്ടാക്കുക, പിന്നെ അവരെ കുറിച്ചുള്ള ഭയം ഹൃദയത്തിലിട്ട് കൊടുക്കുക. ആ ഭയത്തിലൂടെ അവരെ എന്ത് ചെയ്യുക? അവരോടുള്ള സ്നേഹം, ബന്ധം കുറയുക, അതിനെ അനിഷ്ടകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുക. പിന്നെ സാമ്പത്തികമായി, സാമൂഹികമായും ഇവരെ പരാജയപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, പൊതുജീവിതത്തിൽ നിന്നും ഇവരെ അവഗണിക്കുക. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാമോഹോബിയ എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത്. എന്നാൽ അതൊന്നും കൊണ്ടും യാതൊരു കാര്യവുമില്ല. പടച്ച തമ്പുരാന്റെ ദീൻ, ഇവിടെ എത്ര ഇസ്ലാമോഹോബിയ വന്നാലും അത് എന്ത് ചെയ്യും? ഈ പരിശുദ്ധമായ ദീനിനെ അല്ലാഹു വളർത്താൻ ഉദ്ദേശിച്ചാൽ അത് വളരുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി നമുക്ക് അറിയിച്ചു തന്നതാണ്. പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹി വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അത് അവർക്ക് സത്യനിഷേധികൾക്ക് എത്ര അരോചകത്വമായി തോന്നിയാലും അല്ലാഹു അവന്റെ പ്രകാശത്തെ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തായാലും 2001 ഔപചാരികമായി ഈ പദം അംഗീകരിക്കുവാൻ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ ഫോറം ഓൺ കോപ്പറേറ്റിംഗ് ഇൻടോലറൻസ് എന്ന് പറയുന്ന ഫോറത്തിൽ ഇതിനെ അംഗീകരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ നെറ്റ് പരിധിയാൽ നമുക്കിത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സാന്ദർഭോചിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന മെയിൻ വിഷയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇസ്ലാമോഹോബികളുടെ മെയിൻ കഥാപാത്രം, മെയിൻ ചർച്ചാ വിഷയം, സബ്ജക്റ്റ്, അതിലെ ഹീറോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ ഖുർആനും. ഇതൊക്കെയാണ് ഇവരുടെ ചർച്ചയ്ക്ക് എടുക്കുന്ന സബ്ജക്റ്റ്. എന്തായാലും മഹനീയമായ ജന്മദിനം കൊണ്ട്, പ്രവാചകന്റെ മഹനീയമായ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമാകുന്ന ഈ ഒരു സുന്ദരമായ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് അല്പം വിശകലനം ചെയ്യാം. എല്ലാവരെ കുറിച്ചും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് നിയോഗിച്ചു, എന്തിനു നിയോഗിച്ചു എന്നൊക്കെ നാം ചർച്ച ചെയ്യേണ്ടി വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറവിയെടുക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 14 സംവത്സരങ്ങൾക്ക് മുമ്പ്, അതായത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പിറവിയെടുക്കുന്ന കാലഘട്ടം അറേബ്യൻ സംസ്കാരത്തിൽ, അറേബ്യ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിൽ അന്ന് അധപ്പതനങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തിവാടുന്ന ഒരു കാലഘട്ടം. നാഗരികതയുടെ യാതൊരു സംസ്കാരവുമില്ലാത്ത ആ ഒരു പ്രദേശത്തേക്കായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ള, ആമിന ദമ്പതികൾക്ക് പുത്രനായി ജനിക്കുന്നത്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ, ആമിന എന്ന് പറഞ്ഞാൽ വിശ്വസ്ത. അപ്പോൾ അള്ളാഹുവിന്റെ വിശ്വസ്തനായ, അള്ളാഹുവിന്റെ ദൈവദൂതനായ, അതായത് ദൈവത്തിന്റെ ഒരു ദാസനായ, വിശ്വസ്തയായ ഒരു സ്ത്രീയിൽ ജന്മമെടുത്ത മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള പ്രവാചകൻ ലോകത്തിലേക്ക് വരികയാണ്. മദ്യത്തിൽ മുങ്ങി, മദ്യത്തിനാകമാനം കുളിച്ചു കഴിഞ്ഞിരുന്ന ഒരു സംസ്കാരശൂന്യരായിരുന്നു അന്ന് അറേബ്യ. ആലോചിച്ചു നോക്കണം. മനുഷ്യൻ സദാസമയവും മദ്യത്തിലായിരുന്നു. സാഹിത്യങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു. കവിതകൾ രചിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാർ നമ്മളെല്ലാവരും കേട്ടുകഴിഞ്ഞ സംഭവങ്ങളാണ്.
അങ്ങനെയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുകയാണ്. ഓരോ മദ്യപാനിയും മരിക്കുമ്പോൾ അവൻ മരണാനന്തര വസിയത്ത് എഴുതി വെക്കും, എന്നെ മുന്തിരിച്ചോട്ടിൽ കുഴിച്ചിടണം, എന്റെ മുന്തിരിച്ചോട്ടിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ഖബറിന്റെ തലയ്ക്കൽ ഒരു മുന്തിരിച്ചെടി വളർത്തണം, തലയ്ക്കലും അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്തും ആ പ്രദേശങ്ങളിൽ മുന്തിരിച്ചെടി വളർത്തണം എന്ന് വസിയത്ത് ചെയ്തിരുന്ന ആ മനുഷ്യൻ എന്തിനായിരുന്നു? ഞാൻ മരിച്ച് എന്റെ ശരീരങ്ങള് ചീഞ്ഞി പോകുമ്പോഴും എന്റെ എല്ലുകളുടെ ഉള്ളിലേക്ക് ഈ മുന്തിരിച്ചാറിന്റെ വൈൻ എന്റെ ആ വേരിലൂടെ എന്റെ എല്ലുകൾക്കിടയിൽ ചെല്ലണമെന്ന് ആഗ്രഹിച്ചു പോന്നിരുന്ന മുഴുക്കുട്ടിയന്മാരായ സമൂഹമായിരുന്നു അറേബ്യയിലെ അന്നത്തെ ആളുകൾ. കുടിപ്പൂറികൾ, ഗോത്രത്തിന്റെ വഴക്കുകൾ സാർവത്രികമായിരുന്നു. ഗോത്രത്തിന്റെ വഴക്കുകൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ നടത്താൻ വരെ അവർ സന്നദ്ധരായിരുന്നു. വാർ വൈൻ വുമൺ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആ ഡാർക്ക് ഏജ് എത്രമാത്രം ഭീകരമായിരുന്നുവെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന സംസ്കാരശൂന്യരായ ആ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ചരിത്രങ്ങളിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുക. അബ്ദുള്ള മരണപ്പെട്ടുപോയി. ഏതാനും വയസ്സുകൾ കഴിഞ്ഞപ്പോൾ, 6 or 7 വയസ്സ് കഴിഞ്ഞപ്പോൾ മാതാവ് മരണപ്പെട്ടു. പിന്നെ മുത്താപ്പയായ അബ്ദുൽ മുത്തലിബ് അതാ പ്രവാചകനെ ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അബൂ ത്വാലിബിന്റെ കൈകളിലേക്ക് പ്രവാചകന്റെ സംരക്ഷണ ചുമതല വരികയാണ്. അങ്ങനെ പ്രവാചകൻ വളരുകയാണ്. അറേബ്യയിലെ കുട്ടികളിലൂടെ വളരുകയാണ്. അന്ന് മൊത്തം മലീമസമായിരുന്ന ആ സംസ്കാരത്തിൽ ഒരു കുട്ടികളുടെ ജീവിത രീതിയും എങ്ങനെയായിരിക്കണമെന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ കുട്ടികളുടെ ഇടയിൽ വളരുമ്പോഴും പ്രവാചകൻ ആ കുട്ടികളോടൊന്നും അധികം കൂടാറില്ലായിരുന്നു. അങ്ങനെ വളർന്നു, എല്ലുകൾക്ക് വളർച്ച സംഭവിച്ചു. പ്രവാചകൻ ഒരു യുവാവായി. പ്രവാചകൻ എല്ലാവരും അംഗീകൃതമായ ഒരു രീതിയിലുള്ള ഒരു ഏജിലെത്തിയപ്പോൾ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ സമ്പാദിച്ച കുറെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രവാചകൻ കളവ് പറഞ്ഞിരുന്നില്ല, സത്യസന്ധനായിരുന്നു. ആരെയും അസഭ്യമായ വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചിരുന്നില്ല. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന വദനവുമായിട്ടാണ് പ്രവാചകൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ആരോടും വഞ്ചന നടത്തിയിരുന്നില്ല. ഏതെങ്കിലും ഒരാളെ വഞ്ചിക്കുവാൻ പ്രവാചകൻ കൂട്ടുനിന്നിരുന്നില്ല. ആരെയും ആക്ഷേപിച്ചിരുന്നില്ല. ഒരു മനുഷ്യനെയും വ്യക്തിപരമായോ സാമൂഹികമായോ ഒന്നും പ്രവാചകൻ ആക്ഷേപിച്ചില്ല. ആരുടെയും കാശ് പിടിച്ചു വാങ്ങി അപഹരിച്ചിട്ടില്ല. അവന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് കാശെടുക്കുകയോ ഒന്നും നടത്തിയിട്ടില്ല. എന്നു വേണ്ട, പ്രവാചകൻ ദുഃഖിക്കുന്നവരുടെ കൂടെയായിരുന്നു. ആര് ദുഃഖിക്കുന്നുണ്ടോ ആ ദുഃഖിക്കുന്ന മനുഷ്യന് സാന്ത്വനമായി പ്രവാചകൻ അവന്റെ ദുഃഖത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ അനാഥകളുടെ സംരക്ഷകനായിരുന്നു. അനാഥകളെ പ്രവാചകന് ഭയങ്കര ഇഷ്ടമായിരുന്നു. യതീമെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമായിരുന്നു. ആരുമില്ലാത്ത കുഞ്ഞ്. കാരണം പ്രവാചകൻ ഒരു യതീമായിട്ടാണ് വളർന്നിരുന്നത്. ആ ഒരു യതീമിന്റെ അവസ്ഥ നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രവാചകൻ യതീമിന്റെ അത്താണിയായിരുന്നു. അതുപോലെ തന്നെ വിധവകളെ സംരക്ഷിക്കേണ്ട രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകി പ്രവാചകൻ സംരക്ഷിച്ചിരുന്നു. വിധവകളെ സംരക്ഷിക്കുക എന്നുദ്ദേശിക്കുമ്പോൾ ഇസ്ലാമോഹോബികൾ പ്രവാചകനെ അവിടെ തറമാക്കാറുണ്ട്. വിധവകളെ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ മുഹമ്മദിന് സുഖമാണല്ലോ, എല്ലാവരെയും കെട്ടാമായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധവകളെ കെട്ടേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ കെട്ടിയിട്ടുണ്ട്. അത് ഇസ്ലാമിന് എതിരല്ല എന്ന് ഇസ്ലാമോഹോബികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവരിതിനെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും പ്രവാചകൻ യാത്രക്കാരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ചിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, എല്ലാ വിഷയത്തിലും പ്രവാചകൻ യോജിപ്പ് നടത്തിയിരുന്നു. കലഹങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ പ്രവാചകൻ മസ്ലഹത്തിന് ചെന്നുകൊണ്ട് അവരുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാകുകയും എല്ലാവരുടെ ഹൃദയത്തിൽ ഇടം തേടുകയും ചെയ്തു. പ്രവാചകന്റെ ജീവിത ആ ഒരു വഴി എല്ലാവരും കണ്ടുകൊണ്ട് അവിടുത്തെ ആളുകൾ പ്രവാചകന് നൽകിയ വാക്കായിരുന്നു അൽ അമീൻ, അസ്വാദിഖ്. മനസ്സിലാക്കണം, പ്രവാചകൻ സ്വമേധയാ വാങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് അല്ല അൽ അമീൻ എന്നുള്ളത്.
അല്ലെങ്കിൽ അസ്വാദിഖ് എന്ന് പറയുന്നത് പ്രവാചകൻ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ആരെയും ഏൽപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റോ ഒരു മഹത് വാക്കോ ആയിരുന്നില്ല, അല്ലെങ്കിൽ പുകഴ്ത്തുന്ന വാക്കോ ആയിരുന്നില്ല. പക്ഷേ പ്രവാചകനെ അവർ വിളിച്ചിരുന്ന പേരായിരുന്നു അസ്വാദിഖ്, അൽ അമീൻ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയാണ്. നമ്മുടെ ചിന്തകളാ മദീനയുടെ ഇരുളടഞ്ഞതായ അന്ധകാര നിബിഡമായ അജ്ഞതയും അന്ധകാരവും കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കട്ടാളന്മാരായ കട്ടറബികളുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൊണ്ടു ചെല്ലണം. എങ്ങും മരുപ്പച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിൽ ഈത്തപ്പന മരങ്ങളുടെ, മുന്തിരിയോലകളുടെയും മുന്തിരിച്ചാറുകളും ഈത്തപ്പന മരങ്ങളും എന്ന് വേണ്ട കുന്നുകളും പർവ്വതങ്ങളും അടങ്ങുന്ന ആ അറേബ്യൻ സംസ്കാരത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചെല്ലണേ. നമ്മുടെ ഉൾക്കാഴ്ചകൾ ആ മദീന മക്കയുടെ പ്രദേശത്തേക്ക് ചെല്ലണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു പ്രത്യേകമായ ആ കഴിവ്. കാരണം പ്രവാചകനായി തിരഞ്ഞെടുക്കുവാനായി അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ആ പ്രവാചകന് നൽകേണ്ടതായ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതലേ കൊടുക്കുകയാണ്. സദാസമയവും ഏകാന്തമായിരിക്കൽ പ്രവാചകന്റെ രീതിയായിരുന്നു. പ്രവാചകൻ ഏകാന്തമായി ജബലുൻ നൂറിലെ ഹിറാ പർവ്വതത്തിൽ ഏകാന്തവാസം അനുഭവിക്കുമായിരുന്നു. ഒന്നും ലഭിക്കുവാനല്ല, പ്രവാചകൻ എപ്പോഴും വ്യത്യസ്ത ചിന്താഗതിക്കാരനായി എല്ലാവരിൽ നിന്ന് അകന്നു ഒറ്റപ്പെട്ടുകൊണ്ട് ഏകാന്തമായി തന്റെ ദൈവത്തെ, തന്റെ ഈശ്വരനെ, റബ്ബിനെ ധ്യാനിക്കുമായിരുന്നു. അങ്ങനെയതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവസാന വേദഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആയത്തുമായി സമൂഹമേ നാം മനസ്സിലാക്കണം. അവസാന ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആയത്തുമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ നീ വായിക്കണം, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണേ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ അലഖ് അവതരിപ്പിക്കപ്പെടുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ആവർത്തിയതാ ജിബ്രീലുമായി തർക്കിക്കുകയാണ്. പറയുകയാണ്, ജിബ്രീലേ എന്താ എനിക്ക് അറിയില്ല. ആഗതനായ മനുഷ്യനോട് പറയുകയാണ്, എനിക്കറിയില്ല, ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഞാൻ നിരക്ഷരനാണ്. അന ഉമ്മിയുൻ, ഞാൻ അക്ഷരാഭ്യാസമില്ലാത്തവനാണ്. അന ബിഖാരിഉൻ, എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ ഒത്തുകാരനല്ല. അങ്ങനെ എന്ത് പറയാം? അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം ചേർത്തു മാറോടണച്ചു പിടിച്ചുകൊണ്ട് ഓതി കൊടുക്കുകയാണ്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഅ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അറിയിക്കുകയും ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെല്ലുകയും സമ്മിലൂനി സമ്മിലൂനി എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ പ്രവാചകന്റെ ജീവിതം മാറിമറിയുകയാണ്. അതുവരെ പ്രവാചകൻ കണ്ണിലുണ്ണിയായിരുന്നു, എല്ലാവർക്കും സ്നേഹഭാജനമായിരുന്നു. പക്ഷേ ഏതോ മൂലയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. ദൈവിക വിളിയാളത്തിന്റെ ആദ്യ കൽപ്പനയെന്നോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ ആഗതനായപ്പോൾ അവിടുന്ന് പറഞ്ഞു, പ്രബോധനവുമായി രംഗത്തേക്ക് പോകാൻ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തുടങ്ങി പ്രവാചകന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ പ്രവാചകനെ കയ്പ് നീരാണ് ഏൽക്കേണ്ടി വന്നത്. എന്നാലോചിച്ചു നോക്കണം. ഖുറൈശികൾ, ഗോത്രവർഗ്ഗക്കാർ, യുദ്ധവും മദ്യവും മദിരാശിയും മാത്രമായി ജീവിച്ചിരുന്ന ആളുകൾ, വാർ വൈൻ വുമൺ
മദ്യം, യുദ്ധം, പെണ്ണ്. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. യുദ്ധക്കൊതിയന്മാർ ചുമ്മാ പടവെട്ടി മരിക്കണം. ഗോത്രങ്ങൾ തമ്മിൽ മഹത്വം, ഖുറൈശി ഗോത്രങ്ങളിലെ വലിയ കാര്യങ്ങൾ, ആ ഗോത്രങ്ങൾക്ക് വേണ്ടി തല്ലിച്ചാകാൻ അവർ തയ്യാറായിരുന്നു. എന്നിരിക്കട്ടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ സഫാ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. എല്ലാ ജനങ്ങളെയും വിളിക്കുകയാണ്. ഏ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും വരണേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഒരു അത്യുന്നതമായൊരു ആദർശം കൊടുക്കുകയാണ്. എല്ലാവരും വന്നു, കുടുംബക്കാര് വന്നു, സ്വന്തക്കാര് വന്നു, കൂട്ടുകാര് വന്നു, എല്ലാവരും വന്നു. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഏ ജനങ്ങളെ, ശ്രദ്ധിക്കണേ ജനങ്ങളെ, നിങ്ങളെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയുമോ? അല്ലയോ കുടുംബക്കാരെ, അല്ലയോ സ്വന്തക്കാരെ, കൂട്ടുകാരെ, നിങ്ങൾ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോകുകയാണ്. നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കണം. ഈ മലയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആയുധ സജ്ജരായ ഒരു സൈന്യം നിങ്ങളെ യുദ്ധം ചെയ്യുവാൻ, നിങ്ങളെ വധിക്കുവാൻ, നിങ്ങളുമായി സമരം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്നതായി ഞാൻ നിങ്ങളോടൊരു മുന്നറിയിപ്പ് നൽകിയാൽ നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കും? നിങ്ങളത് സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ? ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, നിങ്ങളെ ആക്രമിക്കുവാൻ ഇതിന്റെ പിന്നിൽ സജ്ജരായ ഒരു കൂട്ടം പടയാളികൾ, ശത്രുക്കൾ അണിനിരന്നിരിക്കുകയാണ്. നിങ്ങൾ ഏതു സമയവും ആക്രമിക്കപ്പെടുമെന്ന് നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകിയാൽ നിങ്ങൾ വിശ്വസിക്കുമോ ജനങ്ങളെ? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉച്ചൈശ്വരം പറഞ്ഞു, ഏ മുഹമ്മദേ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും, തീർച്ചയായും പ്രവാചകരെ ഞങ്ങൾ വിശ്വസിക്കും. എന്താ? പ്രവാചകൻ ചോദിച്ചു, എന്താണ് എങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതായ കാര്യം എന്താണ്? അപ്പോഴവിടെ നിന്ന് ആളുകൾ പറയുകയാണ്, മുഹമ്മദേ, നിങ്ങൾ അല്ലമീനല്ലയോ, സത്യസന്ധനല്ലയോ, നിങ്ങൾ നുണ പറയാത്തവനല്ലയോ, സത്യമേ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നുള്ളൂ, നിങ്ങൾ യതീങ്ങളെ സഹായിക്കുന്നവരല്ലയോ, യാത്രക്കാരെ സംരക്ഷിക്കുന്നവരല്ലയോ, നിങ്ങൾ എല്ലാത്തിനും ഒത്തുതീർപ്പ് കൽപ്പിക്കുന്നവരല്ലയോ, നിങ്ങളെപ്പോലൊരു മനുഷ്യനെ ഞങ്ങൾ ഈ ലോകത്ത് കണ്ടിട്ടില്ല, ഈ സമൂഹത്തിന്റെ ഇടയിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ സത്യസന്ധനാണ്, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങളോട് ഞാനിതാ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ജീവിത അവസാനത്തിന് ശേഷം, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭയങ്കരമായ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഉത്ബോധനം നടത്തുകയാണ്. ഈ ലോകങ്ങളെയെല്ലാം പടച്ചു പോറ്റി പോരുന്ന ഒരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്, ഒരു ആരാധ്യനുണ്ട്, ഒരു ഇലാഹുണ്ട്, റബ്ബുണ്ട്. ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, ആ റബ്ബിനോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കാവൂ, അവന്റെ മുന്നിൽ മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യാറുള്ളൂ, അവന്റെ മുന്നിൽ മാത്രമേ നമ്മൾ ദൈവപ്രീതിക്കായിട്ട് എന്തെങ്കിലും സമർപ്പിക്കാവൂ. അവനെയാണ് നാം സ്നേഹിക്കേണ്ടത്, അവനെയാണ് നാം ആരാധിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്ത്, ആ ഭവിഷ്യത്ത് നമ്മൾ വളരെയധികം ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഏകനായ തൗഹീദിൽ അധിഷ്ഠിതമായൊരു വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ലോകം വാഴ്ത്തുന്നതായ തൗഹീദിന്റെ പ്രചണ്ഡമായ പ്രചാരണത്തിന് വേണ്ടി ആദ്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല, നിങ്ങൾക്കൊരു രക്ഷകനില്ല, നിങ്ങൾക്കൊരു റബ്ബില്ല കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് ഞാൻ അയക്കപ്പെട്ട, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടപ്പോൾ അറബി മനസ്സിലായ ആളുകൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് കേട്ടു. ലാ ഇല്ല ഇലാഹ, ഒരു രക്ഷിതാവില്ല, അല്ലെങ്കിൽ ആരാധനയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അറബികളല്ലേ, പെട്ടെന്ന് മനസ്സിലാവും. നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അർത്ഥം അറിയാം, നമ്മളെന്താ ലാ ഇലാഹ, ശരി, അങ്ങനെ ഓക്കെ, അംഗീകരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? എന്താണ് മുഹമ്മദ് പറയുന്നത്?
നമുക്ക് വേറൊരു ദൈവമോ? നമുക്ക് നമ്മുടെ പൂർവിക പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങളല്ലാത്തൊരു മറ്റൊരു പുതിയ ദൈവത്തെക്കുറിച്ച് പറയുന്നു. പരസ്പരം ചർച്ചയായി, ചാടിപ്പിടിച്ചിട്ടൊന്നുമല്ല, അവരുടെ ഇടയിൽ ചർച്ചയുണ്ടായി. അടുത്തിരുന്നവനോട് ചോദിച്ചു, മുഹമ്മദ് പറയുന്നുണ്ടല്ലോ ഒരു പുതിയ ദൈവത്തിന്റെ പേരുമായിട്ടാണ് മൂപ്പര് വന്നിരിക്കുന്നത്, എന്താ ചെയ്യുക? അവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. പ്രവാചകൻ പറഞ്ഞു, അല്പനിമിഷം അവർ ചർച്ച ചെയ്യുകയാണ്. പ്രവാചകൻ പറയുന്നത് പല കാര്യങ്ങളും പ്രവാചകൻ അവരുടെ മുന്നിലതാ വളരെയധികം സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്ന മനുഷ്യനാണല്ലോ. അപ്പോൾ ഇതിൽ സത്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇബ്ലീസ് പ്രവർത്തിച്ചിരുന്നു. അതിനിടയിൽ അതാ നിശബ്ദമായ ആ ഒരു സന്ദർഭത്തെ, ആ സാഹചര്യത്തെ, ആ നിമിഷത്തെ കീറി മുറിച്ചുകൊണ്ടതാ ഒരു മനുഷ്യന്റെ പ്രതികരണം അവിടെ ഉണ്ടാകുകയാണ്. തബ്ബല്ലക്കയാ മുഹമ്മദ്. അബൂലഹബ് എന്ന് വിളിച്ചു പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, മുഹമ്മദേ നിനക്ക് നാശമുണ്ടാകട്ടെ, നീ നശിക്കട്ടെ മുഹമ്മദേ. നീ ഞങ്ങളുടെ പൂർവ്വ ദൈവങ്ങളെ കളിയാക്കുവാനും ആ പൂർവ്വം മത ദൈവങ്ങളെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പറിച്ചു കളയുവാനുമായിട്ടാണോ നീ ഇങ്ങനെ ഒരു സദസ്സിനെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? നീ നശിക്കട്ടെ മുഹമ്മദേ. ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നീടുള്ള ജീവിതങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു. ചുരുക്കി പറയാം, അങ്ങനെ പ്രവാചകൻ അവരാൽ ഏകനാക്കപ്പെടുകയാണ്, ഒറ്റപ്പെടുകയാണ്. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ എതിർക്കാൻ തുടങ്ങി, കുക്കി വിളിക്കാൻ തുടങ്ങി, കല്ലേറ് തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം, ആ പ്രബോധനത്തിന്റെ ഫലമായി ഇസ്ലാമിലേക്ക് ആളുകൾ വരികയാണ്. ഇസ്ലാമിലേക്ക് ജനങ്ങളതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വരുന്നത്? പ്രവാചകന്റെ നാവുകളാണ്. പക്ഷേ ഹിദായത്ത് കൊടുക്കുന്നവരാരെന്നറിയുമോ? യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബ്ലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിന്റെ തന്റെ ദൈവത്തിന്റെ പൊരുത്തം തേടിയവരാരോ അവരിലേക്ക് അതാ ആ പൊരുത്തം തേടിക്കൊണ്ട് ആരെങ്കിലും അടുത്താൽ അത് മുഖേന അള്ളാഹു സമാധാനത്തിന്റെ അതാ വഴികളിലേക്ക് നയിക്കുകയാണ്. തന്റെ തന്റെ ഉത്തരവ് മുഖേന അവൻ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പലരും അതാ തൗഹീദിന്റെ പാന്താവിലേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ആളുകൾ അതാ വരുമ്പോൾ അവിടെ അണിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. ഖുറൈശി നേതാക്കന്മാരതാ അന്താളിച്ചു പോകുകയാണ്. പ്രശ്നങ്ങൾ 1, 2, 3, 4 ആളുകൾ അങ്ങനെ കൂടിക്കൂടി എണ്ണി വരുന്നതായ ഓടി വരുന്നതായ സമയത്ത് തങ്ങളുടെ ദൈവങ്ങളെല്ലാം വിസ്മരിക്കപ്പെട്ടു പോകുമല്ലോ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെല്ലാം ഇവിടെ നിന്ന് നാശമാക്കപ്പെടുമെന്നുള്ള ചിന്താഗതി അവരിലേക്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയുമോ? ഖുറൈശികളെല്ലാവരും കൂടി ആലോചിക്കുകയാണ്. അക്രമങ്ങളെല്ലാം തൊടുത്തുവിട്ടു, കല്ലേറുകൾ നടത്തി, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി പ്രവാചകന്റെ കഴുത്തിലിട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മുടെ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമോ അസത്യമോ എന്നല്ലതുള്ളതല്ലതാ. പ്രവാചകൻ സുജൂദ് ചെയ്തിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ആ പവിത്രമാക്കപ്പെട്ട ആ ശിരസിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ട് പ്രവാചകനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തൗഹീദിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ പലരും ശ്രമിക്കുകയുണ്ടായി. അവസാനം ഒരു തീരുമാനമെടുത്തു. അവർ പറഞ്ഞു, മുഹമ്മദേ നിനക്ക് സമ്പത്താണോ വേണ്ടത്? നിനക്ക് സമ്പത്താണെങ്കിൽ അതാ നിനക്ക് എത്ര സമ്പത്ത് വേണമെങ്കിലും നിനക്ക് ഞങ്ങൾ തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മക്കയുടെ രാജാധികാരമാണോ വേണ്ടത്? മക്കയുടെ നേതാവെന്ന പദവി നിനക്ക് വേണോ? അതും നിനക്ക് ഞാൻ തരാമല്ലോ, ഞങ്ങൾ തരാമല്ലോ. അതല്ല, ഇനി സുന്ദരികളായ പെണ്ണുങ്ങൾ നിനക്ക് വേണോ? ആ സുന്ദരികളായ പെണ്ണുങ്ങൾ നിനക്ക് വിവാഹം കഴിച്ചു തരാം. മുഹമ്മദേ, നീ ഈ മതത്തിൽ നിന്ന്, നീ പുതിയതായിട്ട് കൊണ്ടുവന്ന മതത്തിൽ നിന്ന് നീ ഈ പ്രബോധനം അങ്ങ് ഉപേക്ഷിക്കണം. അതവിടെ നിർത്തിവെക്കുക.
ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട. നിനക്ക് ഞങ്ങൾ എന്ത് തരാം? സമ്പത്ത് തരാം, പദവി തരാം, രാജാധികാരം തരാം, പെണ്ണുങ്ങളെ വേണം പെണ്ണുങ്ങളെ തരാം, എന്നിട്ട് നിനക്ക് വെഞ്ചാപരമാട്ടി തരാം, നിനക്ക് നിന്റെ പാദസേവ ചെയ്യുവാനായിട്ട് സുന്ദരികളായ പെണ്ണുങ്ങളെ തരാം. എന്തെല്ലാം ഓഫറുകളാണ്. നമ്മളാണെങ്കിലോ കൊള്ളാം, ഇത്ര നല്ല ഓഫറൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ആരെ കളയുക. കല്ലി. ഇനി നമുക്ക് പ്രബോധനം വേണ്ട, നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ നടന്നാൽ മതി എന്ന് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും ഈമാനുള്ളവർ പോകില്ല മക്കളെ. ഒരിക്കലും ഈമാനുള്ളൊരു മനുഷ്യൻ വിശ്വാസത്തിന്റെ മുന്നിൽ അടിപതറില്ല. ചരിത്രങ്ങൾ നമുക്ക് സാക്ഷികളാണ്. തൗഹീദിന്റെ പ്രചണ്ഡമായ പ്രചാരണത്തിന് വേണ്ടി സ്വഹാബാക്കൾ അനുഭവിച്ച വേദനകൾ എത്രമാത്രം വലുതാണെന്ന് നമ്മൾ അവരുടെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നബി യെസ് എന്നൊരു മൂളല് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ഞാൻ നിങ്ങളോട് കൂടി അംഗീകരിച്ചു എന്ന് പ്രവാചകൻ അവിടത്തെ ഖുറൈശി നേതാക്കളോട് പറയുകയാണ്. നിങ്ങൾ എന്തൊക്കെ എനിക്ക് തരാന്ന് പറഞ്ഞത്? സമ്പത്ത് തരും, 1 അധികാരം, മക്കയുടെ അധികാരം എനിക്ക് തരും. അപ്പൊ ഞാനൊരു നേതാവായി, എനിക്ക് വെഞ്ചാമരം ആട്ടാൻ, എനിക്ക് പാദസേവ ചെയ്യുവാൻ മക്കയിലെ സുന്ദരികളായ യുവതികളെ തരും എന്നൊക്കെയല്ലേ പറഞ്ഞു. ഞാൻ അംഗീകരിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? നേതാക്കന്മാരെ, അധികാരം എനിക്ക് വേണ്ടല്ലോ. കവർച്ചയിലൂടെ ഉണ്ടാക്കിയ കവർച്ച മുതൽ എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ പറയുന്നതായ ഒരു കാര്യവും എനിക്ക് വേണ്ട. സുന്ദരികളായ സ്ത്രീകളെ എനിക്ക് വേണ്ട, അധികാരം എനിക്ക് വേണ്ട, സമ്പത്ത് എനിക്ക് വേണ്ട. നിങ്ങളിലേക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു അറിയിപ്പുകാരനായിട്ട്, സിറാജം വഖമറം മുനീറാ, നിങ്ങളിലേക്ക് ഒരു ദൈവദൂതനായിട്ട് എന്നെ നിയോഗിച്ചത് പടച്ച തമ്പുരാനാണ്. എന്റെ സൃഷ്ടാവാണ് എന്നെ നിയമിച്ചത്. എന്നോട് പ്രബോധനം ചെയ്യാൻ എനിക്ക് ആഹ്വാനം നൽകിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് വ്യക്തമായ ധൈര്യം തരുവാൻ എന്റെ പിന്നിൽ ആളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ആവശ്യങ്ങളിലേക്കൊന്നും വീടില്ല. ഇബ്ലീസ്, പിശാച് ഒരുവേള പ്രേരണ ചുലുത്തിയാൽ പോലും ഈ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് പോകില്ല. കാരണം പോകാൻ പുറയിൽ നിയന്ത്രിക്കുന്നവനുണ്ട്. പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സർവശക്തനായ തമ്പുരാന്റെ കരങ്ങൾ പ്രവാചകനിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയില്ലേ, എല്ലാ പ്രവാചകന്മാരുടെ കൂടെയും അള്ളാഹുവിന്റെ കരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. നാലാമത്തെ വേദഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അവിടുന്ന് ദിവ്യബോധനം ലഭിച്ചത് മുതൽ തൗഹീദിന്റെ പ്രചരണവുമായി പ്രവാചകൻ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ പ്രവാചകനെ സംരക്ഷിക്കുക എന്നുള്ളത് ആ ദൈവത്തിന്റെ, ആര് നിയോഗിച്ചുവോ അവന്റെ കടമയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിൽ നിന്നും എന്ത് ചെയ്തു? ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുന്നറിയിപ്പുകാരനാണ്. ഇനി ഞാൻ നൽകുന്ന മുന്നറിയിപ്പ് നിങ്ങൾ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കതിന്റെ ശിക്ഷ ലഭിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം തൗഹീദിൽ അധിഷ്ഠിതമായ ഏകനായ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ടൊരു ജീവിതമാണ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സുഖവും സമാധാനവും ലഭിക്കുന്നതാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. തന്റെ സൃഷ്ടാവിനെ വിശ്വസിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ, ഏകനായ പടച്ച തമ്പുരാനെ വിശ്വസിച്ച് ആരും ജീവിക്കുന്നുവോ, അവനൊരു വിഷമമോ സങ്കടവും ഉണ്ട്, ഉറച്ച വിശ്വാസിയായിരിക്കണം. അല്ലാതെ നാട്ടിലെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിയുന്ന വിശ്വാസവുമായിട്ട് വരുന്നവന് എപ്പോഴും ടെൻഷനായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും. അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും, ഞാൻ ദൈവത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് പലരും കൂവി വിളിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥ ഈമാൻ ഇല്ലാതെ വരുമ്പോൾ ജീവിതം പാടെ അവസാനിപ്പിച്ച് ഇബ്ലീസിന്റെ കരവലയങ്ങളിൽപ്പെട്ട് ആത്മഹത്യകൾ ചെയ്യുന്നത് നമ്മൾ നിത്യേന കാണുന്നതാണ്. എന്താണ്? സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു, സുഖവും സന്തോഷവും അവിടെ അവസാനിക്കുന്ന, അവൻ പോകുന്നത് പിശാചിന്റെ ബാന്ധാവിലൂടെയാണ്. നിങ്ങൾക്ക് ഇവിടെ സന്തോഷവും സൗഖ്യവും സമാധാനവും എല്ലാം ലഭിക്കും. പരലോകത്താണെങ്കിലോ നിങ്ങൾക്ക് ശാശ്വതമായ വിജയവും. പരലോകത്ത് ചെല്ലണമെങ്കിൽ ഇവിടെ നിന്ന് മരണപ്പെടണമല്ലോ.
അപ്പോൾ പരലോകത്തിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ശാശ്വതമായ വിജയവും ഈ ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അവിടത്തെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കുകളെയൊന്നും അവർ അംഗീകരിച്ചില്ല. പ്രബോധനം തുടങ്ങിക്കൊണ്ടേയിരുന്നു. പ്രബോധനത്തിന്റെ മധ്യമായ ഘട്ടഘട്ടത്തിലെത്തിയപ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് അണിയണിയായി വരാൻ തുടങ്ങി. അതിനെക്കുറിച്ചും അവിടെ ആയത്തുകൾ ഇറങ്ങി. അവിടെയും ആയത്തുകൾ ഇറങ്ങി. പ്രവാചകരെ, ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണേ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. എന്തായാലും അല്ലാഹുവിന്റെ ഹബീബ് മാനവ ലോകത്തിലേക്ക് നൽകിയ ആ ഒരു സന്ദേശം, ഏകനായ പടച്ച തമ്പുരാനെ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരിലാഹ് ഭൂമി ലോകത്ത് ഇല്ല എന്നുള്ളതായ തൗഹീദിന്റെ പ്രചാരണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിലേക്ക് നൽകിയത്. അത് അന്ന് നടത്തിയ പ്രബോധനം ഇന്ന് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും അവിടുത്തെ ആ ഒരു ഇസ്ലാമിക പ്രബോധനം, ഇതിൻ്റെ എല്ലാം മെയിൻ ഹെഡ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിശ്വാസം, അല്ലാഹ് ഓരോ പ്രവാചകന്മാരിലൂടെയും അതിനുശേഷമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളിലൂടെയും അതിനുശേഷമുള്ള ആളുകളിലൂടെയും ഇങ്ങനെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അനുഭവിച്ച യാതനകളും വേദനകളൊന്നും ഇന്നത്തെ ആളുകൾ അനുഭവിക്കുന്നില്ല. കാരണം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അവർ അതിനുവേണ്ടി ശ്രമിച്ചു. ഇസ്ലാം ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു. ഇസ്ലാമോഹോബികൾ പറയുന്നത് പോലെ എത്രയധികം കുത്തിവെപ്പ് നടത്തിയാലും, ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പും വിദ്വേഷവും അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്താലും, പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും ജീവിതത്തിന്റെയും ജീവിത പദ്ധതിയുടെയും കാര്യങ്ങൾ ഓരോ മനുഷ്യന്മാർ വായിക്കുന്നതിലൂടെ സത്യവും അസത്യവും എല്ലാം വളരെ വ്യക്തമായി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. അതുവഴി അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്ക് അവരുടെ വിജയത്തിന് വേണ്ടി, എൻ്റെ വിജയത്തിനാണോ, ആരുടെ വിജയത്തിനാ ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നത്? തൻ്റെ ദൈവത്തെ പരിചയപ്പെടാനും അറിയാനും വ്യഗ്രതയുള്ളവൻ, എനിക്കെൻ്റെ ഈശ്വരനെ അറിയണം, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയണമെന്നുള്ളതായ ചിന്തയുള്ളത് ആർക്കാണോ അവരിലേക്കാണ് അള്ളാഹു വഴിതെളിക്കുന്നത്. അങ്ങനെയുള്ളവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരു രീതിയിൽ ആരെങ്കിലും തൽപര കക്ഷികൾ പറയുന്ന ഇസ്ലാമോ ഹോബികൾ പറയുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഇസ്ലാമിനെ കരിവാരി തേക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ അവരോട് കൂടെ നിന്നുകൊണ്ട് പ്രവാചകനെയും ഖുർആനെയും കുറ്റപ്പെടുത്തുകയും, ആരാണ് മുഹമ്മദ് എന്ന് എന്തും പേര് പോലും നേരെ ചൊവ്വ വായിക്കാൻ അറിയാൻ പാടില്ലാത്തവർ പ്രവാചകനെ കളിയാക്കുകയാണ്. അതിന് ഉപോത്ബലകം നൽകുന്ന കുറെ ആളുകൾ പറയുന്ന കുറെ വാക്കുകളിൽ അങ്ങനെയാണോ, എങ്ങനെയാണോ, അങ്ങനെയല്ലേ മുഹമ്മദ് അങ്ങനെ ചെയ്തു, അയ്യോ കൊച്ചു പെണ്ണിനെ കല്യാണം കഴിച്ചു, കുഞ്ഞുപെണ്ണിനെ കല്യാണം കഴിച്ചു, പ്രവാചകനോട് ഇത്ര വെറുപ്പ്. ഇവിടെ ശിശു സമ്പ്രദായ ശിശുക്കളെ കല്യാണം കഴിക്കുന്ന മാന്യന്മാർ ദൂരം ലോകത്തുണ്ടെന്നറിയോ? അവരൊന്നും പൊക്കി പറയില്ല. ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അള്ളാഹു തന്റെ സൃഷ്ടാവ് ചില കാര്യങ്ങൾ മാറ്റം വരുത്തും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയുണ്ടായി, യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബി വയഅഫു അൻ കസീറിൻ ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. അന്ന് വേദക്കാരായ ആളുകളിലേക്ക് പ്രവാചകൻ ഈ പ്രബോധനത്തിന്റെ മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന കാലഘട്ടമാകുമ്പോൾ ആയത്തുകൾ 6666 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അതിലൊരു ആയത്തായിരുന്നു ഏത്? വേദക്കാരെ
തൗറാത്തും ഇഞ്ചീലൊക്കെ ലഭിച്ചവർ അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. അതിനെ അനുധാപനം ചെയ്ത് ജീവിച്ചിരുന്നവർ, അതിനെ അനുധാപനം ചെയ്ത് ആളുകളുണ്ടായിരുന്നു. ആ തൗറാത്തിന്റെ അനുഭാവികളുണ്ടായിരുന്നു, ഇഞ്ചീലിന്റെ അനുഭാവികളുടെ പാരമ്പര്യമായി കിട്ടിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അവർ ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെ അതുമായി ചർച്ച ചെയ്താ പോന്നിരുന്നു. അപ്പൊ അതിലും വിശ്വാസം ഏകനായ പടച്ച തമ്പുരാനെ വിശ്വസിക്കാനാണ്. പക്ഷേ വേദക്കാരെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ആ വേദഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നതിനെ അതിൽ അംഗീകരിക്കാതെ അവർ മറച്ചു വെച്ചിരുന്നു. ആ പലരും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനും വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതനിത നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞു വിടുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഈ വേദക്കാരെ, നിങ്ങളിത് അറിഞ്ഞോകട്ട. ഒരായത്ത് ഞാൻ മുഹമ്മദിന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ്, മുഹമ്മദ് നിങ്ങൾക്ക് നൽകുകയാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഓതി കേൾപ്പിച്ചത് ജനങ്ങളെ ഇതാ കേൾക്കുകയാണ്. നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്തു. നിങ്ങളിനി അങ്ങനെ എന്തെല്ലാം വേദഗ്രന്ഥത്തെ നിങ്ങൾ തിരിമറി നടത്തുകയും അതിനകത്ത് നടത്തിയേക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവനത് മാപ്പ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും ലഭിച്ചിരിക്കുന്നു. ആ ഒരു വ്യക്തമായ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനായിരുന്നു, പരിശുദ്ധമായ ഖുർആൻ ഷരീഫായിരുന്നു. അതിനെക്കുറിച്ചുകൊണ്ട് ആ ഒരു സന്ദേശത്തെ കുറിച്ചുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്കതാ പ്രകാശം, വെളിച്ചം. ആ വെളിച്ചം എന്ന് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അത് വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതനിത നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിത് അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു. അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു. തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധമായ ഖുർആൻ അന്ന് വേദക്കാരോട് വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വിളിച്ചുകൊണ്ട് അറിയിച്ച ഒരു ആയത്താണ്. പക്ഷേ അവരെന്ത് ചെയ്തു? അവരവരുടെ വേദങ്ങളിൽ അങ്ങനെ പോവുകയും അവരതൊന്നും അംഗീകരിക്കാതെ പിശാചിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്തു. ഏതായാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന്റെ ആദ്യഘട്ടവും ഞാൻ പറഞ്ഞു. പിന്നീടുള്ള ആ ഒരു ജീവിത രീതിയിൽ നബി അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രലോഭനങ്ങളും പ്രീണനങ്ങളും എല്ലാം നബി ഏൽക്കേണ്ടി വന്നു. ഒത്തിരിയധികം ത്യാഗങ്ങൾ സഹിച്ചപ്പോൾ അവിടുന്ന് നിൽക്കക്കല്ലില്ലാതെ വന്നപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ അള്ളാഹുവിന്റെ വാക്കിനാൽ അള്ളാഹുവിന്റെ ആജ്ഞയാൽ നിർബന്ധിതനായി. ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി. ഈ സമയങ്ങളിലെല്ലാം പ്രവാചകൻ തന്റെ തൗഹീദ് അധിഷ്ഠിതമായ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നമ്മൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ട്? അന്നും ഇതുപോലെയുള്ള സമൂഹം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന വസ്തു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നമ്മൾ ദൈവത്തിനെയല്ലേ ആരാധിക്കേണ്ടത്? സഹോദര, നിങ്ങളുടെ പാന്താവ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ബുദ്ധിയുള്ളവനല്ലയോ? നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്നതോ ആരെങ്കിലും നിർമ്മിച്ചതോ ആരെങ്കിലും വരച്ചതുമായ ഒരു ദൈവത്തെയാണോ നമ്മൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊള്ളുക. പക്ഷേ ഏകനായ നിങ്ങളുടെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നുള്ള ദിവ്യ സന്ദേശം പറഞ്ഞു കൊടുക്കൽ ഓരോ മനുഷ്യന്റെയും കർത്തവ്യവും കടമയും നിർബന്ധവുമാണ്. അത് പറയൽ വർഗീയതയൊന്നുമല്ല. അത് പറയൽ വർഗീയതയാക്കുന്നത് മുസ്ലിങ്ങളാണ്.
ഒരിക്കലും മറ്റു ജാതികൾ അത് വർഗീയതയാക്കില്ല. അതിൽ ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുള്ളത് ഈ വിശ്വാസികൾക്ക് തന്നെയാണ്. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? അത് പറഞ്ഞു കൊടുത്താല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അവരുടെ ദൈവത്തെ ദൈവത്തെ നിന്ദിക്കാൻ ഇവിടെ പറഞ്ഞു. ഒരു ദൈവത്തെയും നിങ്ങൾ നിന്ദിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ എല്ലാവരെയും നിങ്ങൾ സ്നേഹിച്ചു കൊള്ളുക. പക്ഷേ നമുക്കൊരു സൃഷ്ടാവുണ്ട്. ദേവന്മാരെയും മറ്റ് മഹൽ വ്യക്തികളെയും ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ മാതാ അമൃതാനന്ദമയി ആകാശത്തു നിന്നും പൊട്ടിമുളച്ചു വന്ന ഒരു ദൈവമാണോ? അല്ല. മാതാ അമൃതാനന്ദമയി ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉണ്ടായി വളർന്നു വന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി വളർന്നു വന്നു. ഇപ്പോ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തി. കുറെ നാൾ കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോകും. അപ്പോൾ ജീവിത സൗഖ്യങ്ങളും ആയുസ്സുകളും നൽകുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തനുണ്ട്, ആ ഈശ്വരൻ. നിങ്ങൾ ഈശ്വരനെ ഈ മാതാ അമൃതാനന്ദമായി വിളിക്കുന്ന ഈശ്വരനല്ലയോ? പക്ഷെ ആ ഈശ്വരന് പ്രത്യേകതകളുണ്ട്. തോന്നുന്ന രീതിയിലുള്ളൊന്നും ഈശ്വര വിശ്വാസമാകില്ല. അവനാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത്. അവരുടെ കോണിലൂടെ വീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ചെന്ന് ചേരുന്നത് ഏകനായ നദിയിലേക്കാണ്, സമുദ്രത്തിലേക്കാണ് എന്ന് പറഞ്ഞ് പല വഴികളിലൂടെ പിടിച്ച് ചെന്ന് പോകുന്ന ഒരു ഉപമയല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. അവന് വ്യക്തമായ രീതിയിലുള്ള ആരാധനകൾ അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവന് സുജൂദ് ചെയ്യാനാണ് പറയുന്നത്. സുജൂദ് ചെയ്യുക എന്നുള്ളത് മുസ്ലിമിന്റെ മാത്രം കുത്തകയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവന്റെ അവയവങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് തന്റെ ദൈവത്തിന്റെ മുന്നിൽ വിനയാന്യതനാകുക എന്നുള്ളത് മുസ്ലിമിന്റെ മാത്രം കടമയാണോ? സുജൂദ് എല്ലാവർക്കും ചെയ്യാം. ചില ആളുകൾ ചില മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കാണാറുണ്ട്. ഏതോ ഒരു സ്ത്രീ നമ്മുടെ യൂസുഫ് അലിയുടെ മുന്നിൽ തൊഴുന്നു, കാല് കെട്ടി വീഴുന്നു. എന്തിനാ? ഒരു സഹായം കിട്ടിയപ്പോൾ. അപ്പോൾ നമ്മൾ എത്ര വട്ടം നമ്മുടെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യണം? നമ്മളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നമുക്ക് ആഹാരം തരുന്ന, നമുക്ക് വായു തരുന്ന നമ്മുടെ എല്ലാവർക്കും, മുസ്ലിമിനെന്നല്ല എല്ലാവർക്കും, ഈസ നബിക്കും മൂസ നബിക്കും മുഹമ്മദ് നബിക്കും യോഹന്നാനും പത്രോസിനും ലൂക്കോസിനും കൃഷ്ണനും ശിവനും എല്ലാവർക്കും ആയുസ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നൽകിയ ആ ദൈവത്തെ നിങ്ങൾ എന്തേ മനസ്സിലാക്കുന്നില്ല? അതാണ് ദൈവം. നിങ്ങൾക്കറിയുമോ, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട പലതരം കോലങ്ങളുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തന്ത്രിയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ഒരു ഉസ്താദോ ഒന്നുമല്ല. മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതെങ്കിലും ഉസ്താദാണോ? അല്ലെങ്കിൽ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു സന്യാസിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതനാണോ? അല്ല. പോട്ടെ, ഈസ നബിയാണോ? മറിയമാണോ? കൃഷ്ണനാണോ? ശിവനാണോ? രാമനാണോ? ഇവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ ഇവരെയെല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ ആരാധിക്കണമേ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത്. ലാത്തിയെയും ഉസ്സയെയും മനാത്തിയെയും എന്ന് വേണ്ട അന്നത്തെ മനുഷ്യ ദൈവങ്ങളെയും സൃഷ്ടിച്ചതായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണേ, അവരല്ല ദൈവം എന്നുള്ളതായ സത്യസന്ദേശമായിരുന്നു പ്രവാചകൻ മക്കാ മുശ്രിക്കീങ്ങളോട് പറഞ്ഞത്. അവർ സമാധാനത്തോടുകൂടി പറയുകയും ബോധനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്നുമുണ്ട് നമ്മൾ എന്തെങ്കിലും സമാധാനം, നീന്റെ വാരിന് പാടായേ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, എന്താ പഠിപ്പിക്കാമെന്ന, ഞങ്ങളാ പഠിപ്പിക്കാമെന്ന എന്ന് കളിയാക്കി പുച്ഛ മനോഭാവത്തോടുകൂടി. പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്. അവൻ ഒരു വേള എന്റെ ദൈവത്തെ എനിക്ക് അറിയണമെന്നല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ ഇബ്ലീസ് പിശാച് അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അവന്റെ കർത്തവ്യമാണ്. കാരണം അവൻ എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചു നിർത്തുക. എന്നിട്ട് മരണം ആസന്നമാകുന്ന സമയത്ത് ഇതെല്ലാം മുന്നിൽ നിന്ന് മായ്ക്കപ്പെടും. അപ്പോഴാണ് ഈ മയ്യത്ത് പറയുന്നത്, ഒരു വേള എന്നെ ഒന്ന് തിരിച്ചു വിടണേ, എന്റെ മുന്നിലുണ്ടായിരുന്ന വസ്തുക്കളൊന്നും എനിക്ക് ഉപകാരം ചെയ്തിട്ടില്ല, ഒന്നിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അവരെല്ലാം ഒളിച്ചു. ഇബ്ലീസിന്റെ തന്ത്രങ്ങളാണ്. ഓരോ മനുഷ്യനും മരണമാസന്നമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം മുന്നോട്ട് പോയപ്പോൾ പലരും വധിക്കപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന അനുയായികളിൽ സ്ത്രീകളാകട്ടെ കുട്ടികളാകട്ടെ അവരേക്ക് നീചമായ മൃഗീയമായ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള അക്രമങ്ങൾ മക്കാ മുശ്രിക്കുകൾ അഴിച്ചുവിടുകയുണ്ടായി.
ഇരുമ്പ് പഴുപ്പിച്ചുകൊണ്ട് ഇരുമ്പ് ചൂടാക്കി മുൻദ്വാരത്തിലൂടെ സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ മുൻദ്വാരത്തിലൂടെ കയറ്റി വിട്ടുകൊണ്ട് കൊന്നുകളഞ്ഞു. ഷഹീദ് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കമഴ്ത്തിക്കിടത്തി കനമുള്ള പാറക്കല്ലിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചത്ത് കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു, മാറടാ ബിലാലെ. അപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു, അഹദ് 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 അഹദ്, അല്ലാഹു ഏകനാണ് ഏകനാണ് എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മരുഭൂമിയിൽ കിടത്തിയിട്ടില്ലയോ ആളുകളെ? അപ്പോഴും അവർ അവരുടെ ആദർശത്തെ കളഞ്ഞിരുന്നില്ല. അത് വിശ്വാസമാണ്, പക്ഷെ മരണപ്പെടും, അവരെ കൊല്ലും, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവരാ വിശ്വാസത്തിൽ ഉറച്ചു. അങ്ങനെ അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അവരെല്ലാവരും നാളെ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കുന്നവരാണെന്ന് നാം മനസ്സിലാക്കുക. അവരന്ന് അനുഭവിച്ച വേദനകൾക്ക് പകരമായി അള്ളാഹു സ്വർഗീയ ആരാമം അവർക്ക് പകരമായി നൽകും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നാം മനസ്സിലാക്കുക. ഏത് മേഖല എടുത്തു നോക്കിക്കൊള്ളുവോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കവച്ചു വയ്ക്കുവാൻ ഇന്നേ വരെ ആരും ഉണ്ടായിരുന്നില്ല. നീതിമാൻ എന്ന നേതാവ് ആയിരുന്നു പ്രവാചകൻ. ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ മുഖം നോക്കാതെ നീതി നടപ്പിലാക്കിയ പ്രവാചകൻ ഇന്ന് അധികാരത്തിന്റെയും അതുപോലെ പ്രൗഢിയുടെയും സ്ഥാനമാനങ്ങളുടെയും ആ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ കുടുംബത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബക്കാർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ട, നിനക്കെന്തും ചെയ്യാം എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ചെവികളിലൂടെ കേട്ടിട്ടുള്ളതാണ്. ഫാത്തിമ തെറ്റ് ചെയ്താലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ നീതിമാനായ ഭരണാധികാരിയായിരുന്നു. നിയമത്തിന്റെ ഒരു തെല്ല് പോലും നിയമത്തെ വിഭജിക്കാൻ സാഹചര്യം കൊടുക്കാതെ നിയമത്തിന്റെ യഥാർത്ഥ വഴികളിലൂടെ മുന്നോട്ട് സഞ്ചരിപ്പിച്ച ലോകത്തിന്റെ കാരുണ്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാനായി സവാദ് റളിയല്ലാഹു അൻഹു ചെയ്തതായ സഫുകൾ ക്രമീകരിക്കുമ്പോൾ പ്രവാചകനെ ഒന്ന് കെട്ടിപ്പിണരുവാൻ വേണ്ടി ചെയ്ത തന്ത്രങ്ങൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചതാണ്. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, സവാദേ, നിനക്ക് നൊന്തെങ്കിൽ നീ പ്രതികരിച്ചോ സവാദേ, നീ എന്നെ കൊത്തിക്കൊള്ളു. പ്രവാചകൻ പറഞ്ഞു, എന്നെ കൊത്തിക്കൊള്ളു സവാദേ. സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്ത്രം മറ്റൊന്നായിരുന്നു. ആ ശരീരത്തുനിന്ന് കെട്ടിപ്പിണരാനുള്ള ആവേശം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെയാണോ പ്രവാചകനെ? നമ്മളൊക്കെ വാക്കിനാൽ മാത്രം ഒതുങ്ങുന്ന പ്രവാചക സ്നേഹം അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നത് എങ്ങനെയായിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ആരെന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിന് തന്നോട് തൻ്റെ അനുയായികയാണെങ്കിൽ പോലും പ്രവാചകൻ അതിനെ പ്രേരണ, എന്നെ തൊട്ടു നോക്കടാ, അപ്പം ഞാൻ വിവരം അറിയിക്കൂടാ എന്നൊന്നും പ്രവാചകൻ പറഞ്ഞു. ഞാൻ പ്രവാചകനാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും പ്രവാചകൻ പോയില്ല. വെറുക്കാനാകാത്ത വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ. ആരാലും വെറുക്കത്തില്ല. പ്രവാചകൻ ഒരിക്കലും പ്രവാചകനെ ആരും വെറുത്തിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പ്രവാചകന്റെ സമീപം, ഒരു മനുഷ്യനോടുള്ള സാമീപ്യം അങ്ങനെയായിരുന്നു പ്രവാചകന്റേത്. കാരുണ്യത്തിന്റെ പടനായകനായിരുന്നില്ലയോ പ്രവാചകൻ? കാരുണ്യം കരുണയുടെ പ്രതീകമായിരുന്നു. അതും നമ്മൾ എവിടെ എടുത്താലും അതേപോലത്തെ ഒരു പ്രതീകമൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയധികം പ്രവാചകൻ ജനങ്ങളോടും ജീവികളോടും കരുണ കാണിച്ചിരുന്നു. ജീവികളോട് പോലും പ്രവാചകൻ കരുണ കാണിച്ചിരുന്നു. ആരെങ്കിലും ജീവികളെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ പ്രവാചകൻ വിലക്കും, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താ കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീവർഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ആ പെൺമക്കൾക്ക് വേണ്ടി നീ കൊല്ലരുത്, മക്കളെ കൊല്ലരുതേ
എന്നിട്ട് പറഞ്ഞു, നീ ഒരു പെൺകുഞ്ഞിനെ, നിനക്കൊരു പെൺകുഞ്ഞുണ്ടായാൽ അതിനെ നീ വളർത്തി വലുതാക്കി നീ കെട്ടിച്ചു വിട്ടാൽ നിനക്ക് സ്വർഗമാണെന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുടെ കാര്യമെടുത്ത് നോക്കിയാൽ ആ ഭാര്യമാരോടുള്ള സ്നേഹത്തിൻ്റെയും സഹവർഗത്തിൻ്റെയും സഹായത്തിൻ്റെയും കാര്യത്തിൽ മാറ്റി നിർത്താൻ പ്രവാചകനോളം തുല്യത പിടിക്കാൻ ആർക്കും പറ്റില്ല. മറ്റ് പെരുമാറ്റങ്ങളും സമീപനങ്ങൾ, ഒരു തൻ്റെ ശിഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നും തൻ്റെ തൻ്റെ ശിഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നും മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കണമെന്നും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് വ്യക്തമായ മാതൃക നൽകി. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെയും എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം പ്രവാചകന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. തീർപ്പ് കൽപ്പിക്കുന്നതായ കാര്യത്തിൽ പ്രവാചകൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ വ്യക്തമായ ശരീഅത്തിന്റെ നിയമത്തിലൂടെ ആ ഒരു രീതിയിൽ പ്രബോധനം, അള്ളാഹുവിന്റെ വിധിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? വിധി കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, പ്രവാചക ജീവിതം നമ്മൾ പഠിക്കണം. അതുകൊണ്ടല്ലയോ പ്രവാചക ജീവിതത്തെക്കുറിച്ച് പഠിച്ച മൈക്കിൾ എച്ച് ഹാർട്ട് പ്രസംഗം നിർത്തുന്നു. സമയമായി, ളുഹറിന്റെ സമയമായി. ദി 100-year ranking of the most influential person in history എന്ന ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ നാമം ഒന്നാമതായി കൊടുത്തു. കാരണം മറ്റൊന്നിനെയും പ്രവാചകനോട് തുല്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ പറയാം അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്, ആ പറച്ചിൽ മാത്രം ഒതുങ്ങും. ലോകത്തെ സ്വാധീനിച്ച 100 പേരെ നയിക്കുവാൻ താൻ മുഹമ്മദിനെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ മതപരവും മതേതരപരമായ എന്ന് വേണ്ട മാനുഷിക ആ ഒരു മേഖലയുമായി ബന്ധപ്പെടുത്തി ഉന്നത വിജയം നേടിയെടുത്തവരിൽ അദ്ദേഹത്തോട് കിടപിടിക്കുവാൻ മറ്റാരും തന്നെ ഇല്ല എന്ന് കണ്ടുപിടിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്നും ഖഗോള ഭൗതികതയിൽ, അതായത് ആസ്ട്രോഫിസിക്ഷൻ ഡോക്ടറേറ്റ് നേടുകയും നാസയിൽ ഗവേഷകനും ടെക്സാനിലെ ട്രിനിറ്റി സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞനുമായ ജോലി നോക്കുകയും ചെയ്ത മൈക്കിൾ എച്ച് ഹാർട്ട് ലോകത്തോട് പറഞ്ഞ കാര്യം ഇതാണ്. ആ പ്രവാചകനെ നമ്മളെന്നും മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലാക്കുവാനും ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാനും നാം ശ്രമിക്കണം. സമയം വൈകിയത് കൊണ്ട് പ്രവാചകന്റെ വിയോഗത്തിന്റെ കണ്ണറിയിൽ കണ്ണ് അലിയിപ്പിക്കുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരുന്ന ആ സന്ദർഭം പിന്നീട് ഒരിക്കലാകാം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു കഴിഞ്ഞു. ആ പ്രവാചകന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് അതാ ഒരു മാസം അടുത്ത ആ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. നമ്മൾ ആ പ്രവാചകന്റെ ജീവിതം അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ സർവശക്തനായ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മറ്റ് നേതാക്കന്മാരെ കുറിച്ചെല്ലാം പഠിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇസ്ലാമോ ഹോബികൾ പറയുന്നത് പോലെ ഇസ്ലാമിനെ വെറുപ്പുണ്ടാക്കാൻ, ഏതെങ്കിലും സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അത് ഇസ്ലാമുമായി താരതമ്യപ്പെടുത്തി വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, താലിബാൻ ആക്രമണം, അഫ്ഗാൻ മുജാഹിദിന്റെ ആക്രമണം എന്ന് വേണ്ട ഉസാമ ബിൻ ലാദന്റെ ആക്രമണം, ഈ ആക്രമണങ്ങളെയെല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമോ ഹോബികളുടെ വലയിൽ പെട്ടുപോയാൽ തദൈവ നിങ്ങളുടെ ജീവിതം വീണ്ടും പരാജയത്തിലാണ്. അള്ളാഹുവിന്റെ മതത്തിനൊരു കോട്ടവും വരില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്റെ മതം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ മാത്രമേയുള്ളൂ. അതുകൊണ്ട് ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച യുരീദൂന ലദി യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അല്ലെങ്കിൽ മുശ്രിക് വൽ കാഫിർ. നിഷേധികൾ എത്രയധികം ഊതിക്കിടത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും കെടാത്ത ഒരു പ്രസ്ഥാനമായി
അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമായി, ഒരു മതമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉണരുകയും അതിലേക്ക് ആഭാനവൃത്തങ്ങൾ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് യൂറോപ്യൻ ഐക്യനാടുകളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തെരുവുകളിലും അല്ലാതെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, പഠിക്കുക. അതെന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞ ആയത്തിന്റെ ഹിദായത്ത് ലഭിക്കുവാൻ ഉദ്ദേശിച്ചവർ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, അല്ലാതെ സംശയാസ്പദമായ രീതി മുഹമ്മദിനെ ഖുർആനെ ആക്ഷേപിക്കണം, എൻ്റെ വർത്താനം പറയണമെന്നും പറഞ്ഞ് പഠിക്കുന്നവർക്കൊന്നും കിട്ടില്ല. നല്ല രീതിയിൽ വിശ്വാസത്തോടുകൂടി തൻ്റെ ഈശ്വരനെ മനസ്സിലാക്കുവാൻ ഓരോരുത്തരും ശ്രമിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കപ്പെടും എന്ന് വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.